അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയു മുഹമ്മദ് നബിയാണ്. ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങൾക്ക് സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടത് മുഹമ്മദ് നബിയാണ്. മുസ്തഫ നബിയാണ് എനിക്ക് എന്നെക്കാൾ വലുത് മുഹമ്മദ് നബിയാണ്. അതുകൊണ്ടല്ലേ ഈ ബോധമുള്ള മനുഷ്യനാണ് ലോകം കണ്ട ഏറ്റവും വലിയ മുഅ്മിൻ സിദ്ദീഖുൽ അക്ബർ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്തിനു പറയേണ്ടു? എന്തിനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഏറെ പറയേണ്ടത്? മരിൽ ഹബീബു ഫഅതുഹു ഫമരിൽതു മിൻ അസഫി അലൈഹി ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫിതു മിൻ നളരി ഇലൈഹി. സിദ്ദീഖുൽ അക്ബറിന്റെ കാവ്യാണ്. മരിൽ ഹബീബു ഫഅതുഹു ഫമരിൽതു മിൻ അസഫി അലൈഹി ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫിതു മിൻ നളരി ഇലൈഹി. പുണ്യ നബിക്ക് രോഗമായി. രോഗം കാണാൻ ചെന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി രോഗിയെ കിടക്കുന്ന കാണാൻ ഞാൻ ചെന്നു. സിദ്ദീഖുൽ അക്ബർ പറയാ, മരിൽ ഹബീബു ഫഅതുഹു ഫമരിൽതു മിൻ അസഫി അലൈഹി. ആ വേദന കണ്ടപ്പോൾ എനിക്കും രോഗമായി. എനിക്കും പകർച്ചവ്യാധിയല്ല, സ്നേഹം. ചിന്തിക്ക്, അവിടേക്ക് എത്തുമോ നമ്മൾ ആരെങ്കിലും? എന്നിട്ടാണോ ഏറിപ്പോയി എന്ന് പറയേണ്ടത്? ഏറിപ്പോയി എന്ന് പറയാൻ കാരണം ഈമാനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവതൽ ഈമാൻ. ഈമാൻ ഹലാവയാകണമെങ്കിൽ അതിന് 3 കാര്യങ്ങൾ വേണം. 1, മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവിനോടും റസൂലിനോടും ഈ ലോകത്ത് എന്തിനേക്കാളും സ്നേഹമുണ്ടാവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതല്ലേ അബൂ ഉബൈദ ബാപ്പ വന്നിട്ട് ചീത്ത പറഞ്ഞു അബൂ ഉബൈദയെ റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിൽ വന്ന ബാപ്പ ചീത്ത പറഞ്ഞു. മിണ്ടിയില്ല. ബാപ്പയല്ലേ, മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാൻ ചീത്ത പറഞ്ഞു. അപ്പോഴും മിണ്ടിയില്ല. ഉമ്മാനെ ബാപ്പാക്ക് ചീത്ത അറിയാലോ, ഉമ്മാൻ്റെ ഭർത്താവല്ലേ, ചീത്ത പറഞ്ഞോട്ടെ, മിണ്ടിയില്ല. ജറാഹ് കൊടിയ മുശ്രിക്ക് ചീത്ത പറഞ്ഞ അസഭ്യം മുഴുവനും വിളിച്ചു പറഞ്ഞു. ജറാഹ് മിണ്ടിയില്ല. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മിണ്ടാതിരുന്നു. അബൂ ഉബൈദയെ ഇറക്കണം, അതിനുവേണ്ടി കാത്തിരിക്കുക വാപ്പ. കുറെ കഴിഞ്ഞപ്പോ ജറാഹിന് മനസ്സിലായി ഇനി അടവ് മാറ്റാം. ഉടനെ പുണ്യ നബിയെ ആക്ഷേപിച്ചു, ചീത്ത പറഞ്ഞു. സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ അബൂ ഉബൈദ ഒന്ന് ചാടുന്നത് കണ്ടു. പിന്നെ നോക്കുമ്പോൾ അബൂ ഉബൈദയുടെ കയ്യിൽ ബാപ്പയുടെ തലയാണ്. എന്തുകൊണ്ട്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ഇതാണ് മുഹമ്മദ് നബി. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കെ പറയാ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇതന്നെ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത്. ഞാൻ നബിയെ കാണാൻ ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗമായി കിടക്കണപ്പോൾ എൻ്റെ മനസ്സ് ആദ്യമായി. ഞാൻ വീട്ടിൽ വന്നു, ഒറ്റ കട്ടിൽ കയറി കിടത്താം, എനിക്കും രോഗമായി. ആ വേദന കണ്ടപ്പോൾ എനിക്കും രോഗമായി. ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫിതു മിൻ നളരി ഇലൈഹി. ഹബീബിന്റെ രോഗം മാറി. അന്വേഷിച്ചു, എവിടെ സിദ്ദീഖ്, എവിടെ സിദ്ദീഖ്? ആളുകൾ പറഞ്ഞു, നബിയെ നിങ്ങൾ ദീനം കണ്ടുപോയി കിടന്നതാണ്, എന്നാ എനിക്കൊന്ന് കാണണമല്ലോ. ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫിതു മിൻ നളരി ഇലൈഹി. ഹബീബിന്റെ രോഗം മാറി. ഹബീബ് എന്നെ കാണാൻ വന്നു. ഫശുഫിതു മിൻ നളരി ഇലൈഹി. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്റെയും രോഗം മാറി. കട്ടിലിന്റെ അടുത്ത് മുസ്തഫ നബി ഒന്നാണ് വന്നു. റസൂലുള്ളാഹിന്റെ ആ തേജസ്സാർന്ന മുഖം ഞാനൊന്ന് കണ്ടു. ഫശുഫിതു, എനിക്കും രോഗം മാറി. സുബ്ഹാനല്ലാഹ്. ഈ ബോധം മലബാരികൾക്കുള്ള കാലത്തോളം മലബാരികളുടെ ബറക്കത്ത് അസ്തമിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരെയും കടന്നു കയറിയിട്ടും കാര്യമില്ല. എന്തൊക്കെ ഉരുപ്പടികൾ കൊണ്ടും സന്നാഹം കൊണ്ടും ഈ മഹാപത്മവ്യൂഹത്തെ ആര് ഭേദിക്കാൻ ശ്രമിച്ചാലും അവർ മടങ്ങേണ്ടി വരും. കാരണം മലബാരികളുടെ ഇസ്സത്തിന്റെ മോമിനീങ്ങളായ കൃഷിവലന്മാരും പാവപ്പെട്ട കൂലി തൊഴിലാളികളുമായ പാവപ്പെട്ട ഈ മോമിനീങ്ങളുടെ ഇസ്സത്തിന്റെ അടിസ്ഥാനം മുസ്തഫ നബിയോടുള്ള സ്നേഹം തന്നെ.
അതന്നെ. وأجمل منك لم تر قط عيني وأحسن منك لم تلد النساء. എങ്ങനെ സ്നേഹിക്കാതിരിക്കും? وأجمل منك لم تر قط عيني وأحسن منك لم تلد النساء. ആര് പറഞ്ഞു? സയ്യിദുൽ ശുഅറാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാന്റെ കവിതയാണ്. സിരീൻ എന്നായിരുന്നു. സിരീനെ പുണ്യനബി ഹിബത്ത് കൊടുത്തു, ഹദിയ കൊടുത്തു. ആർക്ക്? ബഹുമാനപ്പെട്ട ഹസ്സാൻ. കാരണം അജ്മല മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സന മിൻക ലം തലിദിൻ നിസാഉ. നിങ്ങളെക്കാൾ ഒരു സുന്ദരനെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നബിയേ. നിങ്ങളെക്കാൾ ഒരു ഭംഗിയുള്ള ഒരാളെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അതിന് കാരണം ഒന്ന്. പിന്നെ പുണ്യനബി സുന്ദരൻ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം ഹുബ്ബ. അതാണ്ട് അമുറുഅല ജിദാരി ദിയാരി ലൈല ഉഖബ്ബിലുൽ ജിദാറ വദൽ ജിദാറ വലാ ഹുബ്ബു ദിയാരി ശഗഫന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. ലൈലയുടെ വീട്ടിന്റെ ചുമരുകൾ പോയി, മതിൽ ചുമരുകൾ പോയി ചുംബിക്കുമായിരുന്നു ഖൈസ്. മതിലിനെ പോയി അവിടെ ഇവിടെയും ചുംബിക്കും. അറബ് ലോകത്തെ അക്കാലത്തെ പ്രഗത്ഭ കവിയാണ് ഖൈസ്. ആളുകൾ ചോദിച്ചു, എന്താ ഖൈസ്, നിനക്ക് ഭ്രാന്തുണ്ട്? ഇന്റെ കൽബും ഇന്റെ കണ്ണും നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കും ഭ്രാന്തോ? എന്തുകൊണ്ട്? ഈ മതിലിനോടല്ല എനിക്ക് സ്നേഹം, ഈ മതിലിന്റെ ഉള്ളിൽ പാർക്കുന്ന എൻ്റെ ലൈലയോടാണ്. സ്നേഹത്തിന് അതിരില്ല, സ്നേഹത്തിന് അതിരില്ല, ഒരിക്കലും അതിരില്ല. അതിരില്ലാതെ അത് ആത്മപീയൂഷം പോലെ അങ്ങനെ ഒഴുകും. അതാ സ്നേഹം. അതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്ഹാബുൻ നബിയെ കാണിച്ചിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഹുബ്ബ് നമ്മുടെ കൽബിലുണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. ബിഹുബ്ബി റസൂലില്ലാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടേ നേടിയിട്ടുള്ളൂ. ലോകത്ത് മുഴുവൻ നേടിയവർ മുഴുവനും ഹബീബിനെ കൊണ്ട് നേടിയതാകുന്നു. ആരാ ഹബീബിനെ കൊണ്ടല്ലാതെ നേടിയത്? എല്ലാം മുസ്തഫ നബിയെ കൊണ്ട് നേടിയതാ. നേടിയവർ മുഴുവനും ഹബീബിനെ കൊണ്ട് നേടിയതാകുന്നു. ഏതൊരാൾ നേടിയിട്ടുണ്ടെങ്കിലും ഹബീബ റസൂലുള്ളാഹിനെ കൊണ്ട് നേടിയവരാ എല്ലാം. എന്തിന്? 1000 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ കവിയല്ലേ? ഏറ്റവും പ്രഗത്ഭനായ 1000 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ കവി സർ മുഹമ്മദ് ഇഖ്ബാലാണെന്നാണ് പ്രഗത്ഭാഭിപ്രായം. 1000 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം കണ്ട പ്രഗത്ഭനായ ദർശനമുള്ള ഏറ്റവും പ്രഗത്ഭനായ കവി സർ മുഹമ്മദ് ഇഖ്ബാലാണെന്നാണ് പലരുടെയും പ്രധാനപ്പെട്ട അഭിപ്രായം. എന്തുകൊണ്ടാണ് നേടിയത്? എന്റെ നേടിയത് റവായയിൽ ബഹുമാനപ്പെട്ട നദ്വി സാഹിബിനെ കാണാൻ പോയ ഒരവസ്ഥ മഹാനായ അല്ലാമ അബുൽ ഹസൻ അലി അൻ-നദ്വി പറയുന്നുണ്ട്. നദ്വി സാഹിബ് പറയുന്നുണ്ട്, താൻ ബഹുമാനപ്പെട്ട ഇഖ്ബാലിനെ കാണാൻ പോയ ഒരു അനുഭവം. ലാഹോറിലായിരുന്നു ഇഖ്ബാലിനെ രോഗിയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കാണാൻ പോയി. ഞങ്ങളൊന്ന് 2 ആളുകൾ കാണാൻ പോയി. ആ രംഗം വിവരിക്കുന്നുണ്ട്. ഇഖ്ബാലിനെ കാണാൻ ചെന്നു. ഇഖ്ബാൽ രോഗിയെ കിടക്കാണ്, മിണ്ടാൻ വരെ വയ്യായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം. എണീറ്റ് വെള്ളം വിരിച്ച ആ വിരിപ്പിൽ അദ്ദേഹം എണീറ്റിരുന്നു. ഞങ്ങളോട് തുരുതുര സംസാരിച്ചു. മിണ്ടരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങളെ കണ്ടപ്പോൾ വലിയ സന്തോഷം. അദ്ദേഹം സംസാരിച്ചു. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരുന്നു. ഇന്ന് പോണ്ട, ഇന്ന് ഇവിടെ ഇരിക്കുക, ഇന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തി. ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് വസൽനാ ഇലൽ മദീന. ഞങ്ങളെ വർത്താനം മദീനന്റെ അവിടെ കണ്ടു. ഫസക്കത ഇഖ്ബാൽ ഫഹന്ന ഇഖ്ബാൽ ഫബകാ ഇഖ്ബാൽ വബകൈനാ മഅഹു. നബി സാഹിബിന്റെ ചടുലമായ സാഹിത്യം. നബി സാഹിബ് പറയാണ്, ഞങ്ങൾ പറഞ്ഞ് വസൽനാ ഇലൽ മദീന. ഞങ്ങൾ പറഞ്ഞ് മദീനയിലേക്ക് കണ്ടെത്തി. അപ്പോൾ ഫസക്കത ഇഖ്ബാൽ മിണ്ടാട്ടം നിർത്തി. ഫഹന്ന ഇഖ്ബാൽ പിന്നെ തേങ്ങാൻ തുടങ്ങി. ഫബകാ ഇഖ്ബാൽ പിന്നെ കരയാൻ തുടങ്ങി. വബകൈനാ മഅഹു. ആ മനുഷ്യന്റെ ഒപ്പം ഇരുന്നിട്ട് ഞങ്ങളോട് കരഞ്ഞു. മദീന എന്ന് പറയാൻ വയ്യായിരുന്നു സർ മുഹമ്മദ് ഇഖ്ബാൽ. ചിന്തിക്കണം. കേംബ്രിഡ്ജിൽ പഠിച്ച ആളാണ്. വിദ്യാഭ്യാസം കൊണ്ട് ഹുബ്ബുൻ നബി പോവാണെങ്കിൽ മോനെ ആര് പോകേണ്ടത്? ഇഖ്ബാലിനല്ലേ. നിനക്ക്
വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസം കൊണ്ടും ആധുനിക ശാസ്ത്രത്തിന്റെ ഗവേഷണ പഠനങ്ങൾ കൊണ്ടും ഒരാള് സുന്നത്തിയമായത്ത് നിന്ന് മാറുകയാണെങ്കിൽ വേണ്ടത് ഇഖ്ബാൽ അങ്ങനെ പോവല്ലേ? അയാളെ പോലത്തെ ഒരു വിദ്യാർത്ഥി ലോകത്ത് എന്റെ മനുഷ്യനുണ്ടായത്. ദഖൽതു ഫീ വതൂനിൽ ഗർബ് വഖറജ്തു മിൻഹാ കമാ ഖറജ ഇബ്രാഹീമു മിൻ നാരി നംറൂർ എന്നാ പറഞ്ഞു. അതൊക്കെ ഒരു വാക്കാ, ഇഖ്ബാൽ പറഞ്ഞ വാക്കാ. അതൊക്കെ വാക്കാ, ബിഹുബ്ബിൻ നബിയ്യ. അതൊക്കെ ഒരു വാക്കാ, ഒരു ഒന്നൊന്നര വർത്താനാണ്. അതൊരു വർത്താനം. എന്താ ഇഖ്ബാൽ പറഞ്ഞത്? دخلت في بطون الغرب وخرجت منها كما خرج إبراهيم من نار